നാട്ടിൽ പോകുമ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഫുഡുകളിൽ ആദ്യത്തേതായിരുന്നു ചട്ടിച്ചോറ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം അടൂരിലെ ചൂണ്ടക്കാരൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നാഷണൽ ഹൈവേയിൽ അടൂര് വഴി പാസ് ചെയ്യുന്ന ആർക്കും ഈ ലൊക്കേഷൻ മിസ്സാവില്ല. ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരിത് ഒരുക്കിയിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ ചൂണ്ടക്കാരൻ്റെ ആ ദിവസത്തെ മെനു അവരൊരു ബോർഡിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായും വെടിപ്പായിട്ടുമാണ് അവർ ആ റെസ്റ്റോറൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും ഒരു ടേബിളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഞങ്ങൾ 2 ചട്ടിച്ചോറും 1 ചിക്കൻ ബിരിയാണിയുമാണ് ഓർഡർ ചെയ്തത്. എൻ്റെ മോക്ക് മുള്ളുള്ള മീനൊക്കെ കഴിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് സേഫർ സൈഡായിട്ട് അവൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മുടെ നാട്ടിൽ വളരാത്ത നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ശീലിക്കാത്ത പിള്ളേർക്ക് ഈ മുള്ളുള്ള മീനൊക്കെ കഴിക്കാൻ വളരെ പാടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നിരിക്കുകയാണ്. അവളുടെ ഫുഡ് ആദ്യം തന്നെ വന്നതുകൊണ്ട് അവൾ ഹാപ്പിയായി. ഇത് ചിക്കൻ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ ചമ്മന്തിയുണ്ട്, മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, സാലഡും ഉണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചട്ടിച്ചോറ് വരുന്നുണ്ട്. ചട്ടിച്ചോറ് വരുന്നതെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി ചട്ടിച്ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെറൈറ്റിയിലുള്ള ഫുഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് നേരിട്ട് കാണുന്നത്. ഇതാണ് ചട്ടിച്ചോറ്. അതിൽ ചോറ്, പപ്പടമുണ്ട്, 4 ടൈപ്പ് മീൻ വറുത്തതുണ്ട്, പിന്നെ ബീൻസ്, മെഴുക്കുവരട്ടി, അവിയൽ, ചമ്മന്തി, സാലഡ്. ഈ ചട്ടിക്കകത്തുനിന്ന് നേരിട്ട് തിന്നാൻ ഭയങ്കര പാടാണ്. കാരണം ചോറ് അങ്ങ് അടിയിലും ബാക്കി കൂട്ടാനുകളും 4 ടൈപ്പ് മീനുകളെല്ലാം മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരാൾക്ക് ഈ മീനെല്ലാം കൂടെ കഴിച്ച് തീർക്കാൻ പറ്റുമോ? അതുകൊണ്ട് നേരത്തെ തന്നെ ബുദ്ധിപരമായി ഞങ്ങൾ 2 ചട്ടിച്ചോറേ ഓർഡർ ചെയ്തുള്ളൂ. എൻ്റെ മോനാണെങ്കിൽ തലയും കൂടെ ഉള്ള മീൻ വറുത്തത് കണ്ടിട്ട് അയ്യോ അതെനിക്ക് വേണ്ട, അത് പപ്പയ്ക്ക് കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീൻ വറുത്തതും ചോറും കൂട്ടാനും ഒക്കെ എല്ലാവരുടെയും പാത്രത്തിലാക്കി വീതിച്ച് വെച്ച് കൊടുത്തു. കൂട്ടാനുകളാണ് കൂടുതൽ, ചോറ് അടിയിൽ ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ. ചട്ടിച്ചോറ് കൊണ്ട് വെച്ചപ്പോഴേ അവർ പറഞ്ഞു, ചോറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ വീണ്ടും ചോറ് കൊണ്ടുവന്ന് തരാമെന്ന്. എല്ലാവർക്കും വീതിച്ച് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങി. പറയാതിരിക്കാൻ വയ്യ ഗൈസ്, അസാധ്യ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ആ 2 ചട്ടിച്ചോറും കഴിച്ചു തീർത്തു. ഞങ്ങൾ കുടിക്കാനായിട്ട് ലൈം സോഡയും ഓർഡർ ചെയ്തിരുന്നു. എൻ്റെ മോളുടെ ബിരിയാണി ബാക്കി വന്നത് ഞങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പം നമുക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ട ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അടിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.